ഇപ്പോൾ അടുവാപ്പുറത്തങ്ങാട്ട് എന്തോ ഒരു ചെറിയ സംഭവം നടന്നു പറഞ്ഞിട്ട് പേരിലാണ് ഇവർ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ഇപ്പോൾ മലപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ മലപ്പുറത്തേക്ക് ഇവർ വരേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഇവർ അടുവാപ്പുറത്തുണ്ടായ ഒരു ചെറിയ സംഭവം അത് അവിടെ തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതവിടെ തീർക്കാൻ പറ്റാതെ ഈ മലപ്പുറം പഞ്ചായത്തിൽ ആയി കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി വളരെ ബോധപൂർവ്വം പ്ലാൻ ചെയ്തിട്ടാണ് ഇവർ ഈ പരിപാടിക്ക് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ആഫീസ് പൊളിക്കും പോലും അവർ നമ്മളെ ആഫീസ് പൊളിക്കുന്നു പറഞ്ഞിട്ട് മലപ്പുറത്ത് പ്രകടനം നടത്തി കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള ആളുകൾ കൈ കെട്ടി നോക്കി നിൽക്കുമോ? അവരനുസരിച്ച് പ്രതികരിക്കൂലേ? ഒരു പ്രകോപനം നമ്മളെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരു പ്രകോപനം നമ്മളെ ഭാഗത്തുണ്ടായിട്ടില്ല. നമ്മളെ ആഫീസ് കയ്യേറാനോ ആഫീസിനെതിരായിട്ടുള്ള ആക്രമണം നടത്താനോ വന്നാൽ നമുക്ക് ചെറുത്ത് നിൽക്കേണ്ടി വരും. അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. CPM മലപ്പുറത്ത് CPM കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചാല് ഈ 300 ആൾ 200 ആൾ ഇവിടെ ഉണ്ടാവില്ല. അവരെ മുഴുവനാളും പിരിച്ചയക്കാനുള്ള ശക്തി മലപ്പുറത്തുണ്ട്. പക്ഷെ ഒരാളും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. സാധാരണ പ്രവർത്തകർ വന്നു, അവർ സമയത്തോടെ നിന്നു. പക്ഷെ അവർ ഓഫീസ് മേഖല ആക്രമിക്കാൻ വന്നാൽ CPM അടങ്ങിയിരിക്കാനാവില്ലല്ലോ. ആ പ്രതികരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിങ്ങളിവിടെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾ എടുത്താൽ മതി. ഇവിടെ മുഴുവൻ കല്ലുണ്ട്, കുപ്പിയുണ്ട്, വടിയുണ്ട്, ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. അവരെല്ലാം അങ്ങ് നിറഞ്ഞ വടികളായതല്ലോ. പക്ഷെ എന്നിട്ട് പോലും അവർ തിരിച്ചവൺ ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കാതെ CPM മലപ്പുറത്തിൽ സമാധാനം നിലനിൽക്കുന്ന ഒറ്റ ബോധ്യം കൊണ്ട് മാത്രമാണ്. അപ്പൊ അക്രമകരമായ മുദ്രാവാക്യം വിളിച്ചു വരുമ്പോൾ CPIM-ന്റെ ഓഫീസിന് സംരക്ഷണം തരാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസിനുണ്ട്. ഇവിടെ അവർ ആ പ്രകടനം വരുമ്പോൾ 2-3 പോലീസുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവർ പോലീസുകാർ അവരെ തടയുന്ന ഒരു നിലയുണ്ടായിട്ടില്ല. അവരിങ്ങോട്ട് അതിക്രമിച്ച് കയറിയതിനു ശേഷം മാത്രമാണ് പോലീസ് CI ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുള്ളത്. CIന്റെ നടപടിയിൽ നമുക്ക് ശക്തിയായ പോലീസ് വളരെ വിരലിലുണ്ടാവുന്ന പോലീസുകാർ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ബോധപൂർവ്വം കുഴപ്പമുണ്ടാക്കാനാണ് ഇവർ വരുന്നതുള്ളത് പോലീസുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ CIന്റെ നേതൃത്വത്തിൽ ഇവിടെ ശക്തമായ പോലീസ് ബന്ദോബസ്ത് ഉണ്ടായിട്ടില്ല. നമ്മളെ ഓഫീസിന് സംരക്ഷണം നൽകുന്ന രീതിയിൽ CI ഇങ്ങോട്ട് കയറി കിടന്ന് നമ്മളെ പ്രവർത്തകരെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. CIന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്.